ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഹെയർ ഗ്രോത്ത് ഓയിലാണ്. എത്ര നരച്ച മുടിയെയും കട്ടക്കറുപ്പാക്കാനും അകാല നിറയെ തടയാനും ഏത് വളരാത്ത മുടിയും വളർന്നു കിട്ടാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ ഗ്രോത്ത് ഓയിലാണിത്. അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചലിനെ വളരെ ഈസി ആയിട്ട് ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. താരനെയൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ ഈ ഒരു ഓയിലിന് കഴിയും. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാനും പറ്റിയ ഒരു എണ്ണയാണിത്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരാൾ പോലും കംപ്ലൈൻറ്റ് പറയില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ 100% ഉറപ്പ് തരുവാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്കിത് എണ്ണ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. കരിഞ്ജീരകം ഞാനിവിടെ നന്നായിട്ട് വറുത്തെടുത്ത് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാനിവിടെ ഏതാണ്ട് ഒരു 2 ടീസ്പൂൺ കരിഞ്ജീരകമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇതേപോലെ തന്നെ ഞാൻ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ ഞാൻ ഇതേപോലെ തന്നെ വറുത്തെടുത്ത് പൊടിച്ച് വെച്ചതാണ്. ഇതും ഏതാണ്ട് ഒരു 2 ടീസ്പൂൺ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റോസ്മേരിയാണ്. അപ്പോൾ ഈ ഒരു റോസ്മേരിയുടെ ഇലകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏതാണ്ട് ഒരു 1/4 ടീസ്പൂൺ റോസ്മേരിയുടെ ഇലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഏതാണ്ട് ഒരു 2 കപ്പോളം വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ആട്ടിക്കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മൾ മുടിയിലിടാനുള്ള എണ്ണ തയ്യാറാക്കുമ്പോൾ ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റിൽ വരുന്ന വെളിച്ചെണ്ണ എടുക്കരുത്. മില്ലിൽ പോയിട്ട് കൊപ്ര ആട്ടുന്നിടത്ത് പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങുക, എന്നിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കരിഞ്ജീരകമാണ്, ഒന്ന് റോസ്മേരിയാണ്, ഒന്ന് ഉലുവയാണ്. അപ്പോൾ ഇതിൽ റോസ്മേരി ആയിരിക്കും നിങ്ങൾക്ക് കുറച്ച് പരിചയമില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു റോസ്മേരി നമുക്ക് ഓൺലൈനിലായിട്ടും അതുപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു റോസ്മേരിയുടെ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ആവണക്കെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു ടീസ്പൂണോളാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ആവണക്കെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഹെയർ ഡൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. ഒറ്റ യൂസിൽ തന്നെ മുടി കറുപ്പിക്കാൻ സഹായിക്കുന്ന നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണത്. അപ്പോൾ അത് കണ്ടു നോക്കുക. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഡബിൾ ബോയിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു ബൗൾ ഇറക്കി വെക്കുക, എന്നിട്ട് ഇത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ ഒരു ബൗൾ ഇറക്കി വെക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ തിളച്ച വെള്ളമാണ്, അതിലേക്കാണ് ഈ ഒരു ബൗൾ ഇറക്കി വെച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 10 മിനിറ്റോളം നമ്മളിതിങ്ങനെ തിളപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യുക, ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് ചേർത്തിട്ടുള്ള ഉലുവയും അതുപോലെ കരിഞ്ജീരകമൊക്കെ നന്നായിട്ട് വറുത്തെടുത്ത് പൊടിച്ച് വെച്ച പൊടികളാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റോസ്മേരി ഇലകൾക്കും നമ്മൾ എണ്ണ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ കണ്ടാൽ മനസ്സിലാവും ഏതാണ്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പോലെ ഈ ഒരു പൊടികളൊക്കെ ഇതിലേക്ക് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയതിനു ശേഷം ഇറക്കി വെക്കാം. ഇപ്പോൾ ഞാനിത് ഇറക്കി വെച്ചു. ഇതിൽ കണ്ടോ ഇപ്പോൾ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഏതാണ്ട് തിളയ്ക്കാനുള്ള ഒരു പ്രവണതയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിത് ഇറക്കി വെച്ചു.
ഇനി നമുക്കിത് നല്ലപോലെ തണുത്തതിന് ശേഷം ബോട്ടിലാക്കി വെക്കാം. അപ്പോൾ നല്ല ചില്ല് ബോട്ടിൽ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഞാനിത് അരിച്ചെടുക്കുന്നില്ല, അരിച്ചെടുക്കാതെ ഇതേപോലെ തന്നെ ബോട്ടിലാക്കി വെക്കുകയാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം ബോട്ടിലാക്കി വെക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് മുടിയിലിടേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു എണ്ണ മുടിയിൽ ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുക. തലയോട്ടിയിലൊക്കെ നല്ലപോലെ പുരട്ടി കൊടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഷാമ്പു വെച്ചിട്ട് തന്നെ വാഷ് ചെയ്യാം. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഷാമ്പു എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നാച്ചുറലായിട്ടുള്ള ഷാമ്പു ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം. വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഷാമ്പു ആണ് ചെറുപയറിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ. ചെറുപയറിൻ്റെ പൊടി മുടി നല്ലപോലെ വളരാനും കൊഴിച്ചിൽ മാറാനും താരൻ മാറാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ചെറുപയറിൻ്റെ പൊടി എങ്ങനെയാണ് മുടിയിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക്